بسم الله الرحمن الرحيم. إنا فتحنا لك فتحا مبينا ليغفر لك الله ما تقدم من ذنبك وما تأخر ويتم نعمته عليك ويهديك صراطا مستقيما وينصرك الله نصرا عزيزا هو الذي أنزل السكينة في قلوب المؤمنين ليزدادوا إيمانا مع إيمانهم ولله جنود السماوات والأرض وكان الله عليما حكيما ليدخل المؤمنين والمؤمنات جنات تجري من تحتها الأنهار خالدين فيها ويكفر عنهم سيئاتهم وكان ذلك عند الله فوزا عظيما. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1786 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 48-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഫതഹിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് രണ്ടാം ദിവസമായ ഇന്നും സംസാരിക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويعذب المنافقين والمنافقات والمشركين والمشركات الظانين بالله ظن السوء عليهم دائرة السوء وغضب الله عليهم ولعنهم وأعد لهم جهنم وساءت مصيرا ولله جنود السماوات والأرض وكان الله عزيزا حكيما. إنا أرسلناك شاهدا ومبشرا ونذيرا لتؤمنوا بالله ورسوله وتعزروه وتوقروه وتسبحوه بكرة وأصيلا. إن الذين يبايعونك إنما يبايعون الله يد الله فوق أيديهم فمن نكث فإنما ينكث على نفسه ومن أوفى بما عاهد عليه الله فسيؤتيه أجرا عظيما. صدق الله العلي العظيم. സൂറത്തുൽ ഫതഹിലെ തുടക്കത്തിലെ ഏതാനും ആയത്തുകളാണ് നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഹുദൈബിയ സന്ധിയിലേക്ക് നീങ്ങിയ സംഭവവികാസങ്ങളാണ് നമ്മൾ സൂറത്തുൽ ഫതഹിന്റെ അവതരണ പശ്ചാത്തലമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ 6-ാം വർഷം ദുൽഖഅദ മാസത്തില് 1400 അനുയായികളെയും കൂട്ടി ഉംറ നിർവഹിക്കുന്നതിന് വേണ്ടി മക്കയിലേക്ക് പുറപ്പെടുന്ന ആ സംഭവമാണ് സൂറത്തുൽ ഫതഹിന്റെ അവതരണ പശ്ചാത്തലം. നമ്മൾ അതിന്റെ ചരിത്രപരവും അതുപോലെ രാഷ്ട്രീയപരവും ഒക്കെയായ പശ്ചാത്തലത്തിലെ ശ്രദ്ധേയമായ കാര്യങ്ങൾ ഈ സൂറത്തിന്റെ പഠനത്തിന്റെ ആമുഖം എന്ന നിലക്ക് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സ്വപ്ന ദർശനത്തെ തുടർന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ യാത്രക്ക് ഒരുങ്ങുന്നത്. പ്രവാചകന്മാരുടെ
സ്വപ്നം വഹി തന്നെയാണ്. വഹീന്റെ പല രൂപങ്ങളിൽ ഒന്നാണ് പ്രവാചകന്മാരുടെ സ്വപ്ന ദർശനം എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളുമായി മക്കയിൽ പോയി ഉംറ നിർവഹിച്ചു വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വപ്നത്തിൽ ദർശിക്കാനായതിനെ തുടർന്നാണ്. സാഹചര്യം ഒട്ടും അനുകൂലമല്ലെങ്കിലും ഉംറ നിർവഹിക്കാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെടുന്നത്. മദീനക്കടുത്ത ദുൽഹുലൈഫ എന്ന സ്ഥലത്താണ്. അവിടെ വെച്ചാണ് ഇന്ന് ആ സ്ഥലം അബിയാർ അലി എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണ് മീഖാത്ത് എന്ന നിലക്ക് അവര് ഇഹ്റാമിലേക്ക് മാറുന്നതും മക്കയെ ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്ര പുറപ്പെടാനുള്ള ഒരുക്കങ്ങളുമായി എത്തുന്നതും. അഹ്സാബ് യുദ്ധത്തിനെ തുടർന്ന് ഒരു കാരണവശാലും മക്കയിലേക്ക് പ്രവേശിക്കാൻ മദീനയിലെ മുസ്ലിം സമൂഹത്തെ മക്കയിലെ ആളുകൾ അനുവദിക്കാൻ സാധ്യതയില്ലാത്തൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. മക്കയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും ഹിജ്റ ചെയ്ത് മദീനയിലെത്തിയിട്ട് 6 വർഷം പിന്നിടുകയാണ്. ഈ 6 വർഷത്തിനിടക്ക് തന്നെ പല സംഘടനകളും യുദ്ധങ്ങളും മക്കയിലെ ആളുകളുമായി ഉണ്ടായിട്ടുണ്ട്. അവര് തമ്മിൽ സമാധാനത്തിന്റെ ഒരു ബന്ധം ഇതുവരെ സംജാതമായിട്ടില്ല. അവരുടെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും സംഘടിതമായ ഒരു ആക്രമണം എന്ന നിലക്കാണ് സഖ്യകക്ഷികൾ അറബ് ഗോത്രങ്ങളും ഖുറൈശികളോട് കൈകോർത്തുകൊണ്ട് മദീനയിലെ ചില യഹൂദ ഗോത്രങ്ങളൊക്കെ രഹസ്യമായിട്ടൊക്കെ സഹായിച്ചുകൊണ്ടൊക്കെ മുസ്ലിങ്ങളെ അടിച്ചൊതുക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഈ അഹ്സാബ് യുദ്ധം അരങ്ങേറുന്നത്. പക്ഷെ അതില് അപ്രതീക്ഷിതമായ തിരിച്ചടിയാണ്, അല്ലെങ്കിൽ അതിവിസ്മയകരമായ വിധത്തിലുള്ള പരാജയമാണ് മക്കയിൽ നിന്ന് വന്ന ഖുറൈശികൾക്കും അവരുടെ സഖ്യകക്ഷികൾക്കും നേരിടേണ്ടി വന്നത്. അള്ളാഹുവിന്റെ പ്രത്യേകമായ ഇടപെടൽ കാരണമായി മുസ്ലിം പക്ഷത്തിന് യാതൊരു ക്ഷതവും ഏൽക്കാതെ തന്നെ വലിയ വിജയവുമാണ് ഉണ്ടായത്. അതിനുശേഷം മദീനയിലെ മുസ്ലിം സമൂഹത്തെ സൈനികമായി ഇനി നേരിടുക സാധ്യമല്ല എന്ന ഒരു തിരിച്ചറിവിലേക്ക് മക്ക മുശ്രിക്കുകൾ, വിശേഷിച്ച് ഖുറൈശികളൊക്കെ എത്തിച്ചേരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇങ്ങനെ ഒരു സ്വപ്ന ദർശനം ഉണ്ടാകുന്നതും ഉംറ നിർവഹിക്കുന്നതിന് വേണ്ടി അദ്ദേഹം അനുയായികളെയും കൊണ്ട് പുറപ്പെടുന്നതും ഒക്കെ. അങ്ങനെ ദുൽഹുലൈഫയിൽ വെച്ച് അവര് ഇഹ്റാമിൽ പ്രവേശിച്ചു. ഇഹ്റാമിന്റെ വെള്ള വസ്ത്രങ്ങൾ അണിഞ്ഞു. അതുപോലെ ബലി നൽകുന്നതിന് വേണ്ടിയുള്ള ഒട്ടകങ്ങൾ തയ്യാറാക്കി അവയുടെ കഴുത്തിൽ ബലിമൃഗങ്ങളാണെന്ന് തിരിച്ചറിയാവുന്ന വിധത്തിലുള്ള വടങ്ങൾ ഇടുകയൊക്കെ ചെയ്തു. അപ്പോ അവരുടെ കയ്യിൽ ആയുധങ്ങളൊന്നും പറയത്തക്കില്ല. ഈ ഉംറക്ക് പുറപ്പെടുമ്പോ വളരെ പൗരാണികമായി തന്നെ ഹജ്ജിന്റെയും ഉംറയുടെയും പിന്തുടർന്നു വരുന്ന സാംസ്കാരിക പാരമ്പര്യത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു വാള് കയ്യിൽ കരുതാവുന്നതാണ് എന്ന കാര്യം മാത്രമാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഘട്ടത്തിലുള്ള അവരുടെ ഒരു പ്രതിരോധം വേണ്ടി വരികയാണെങ്കിലുള്ള ഒരേ ഒരു ആശ്രയം. അങ്ങനെ അവരുടെ ഭാണ്ഡങ്ങളിൽ അവരോരോ വാള് കരുതിയിട്ടുണ്ട് എന്നത് മാത്രമാണുള്ളത്. അതൊരു യുദ്ധത്തിനുള്ള ഒരുക്കമോ അല്ലെങ്കിൽ അതിനു വേണ്ട സജ്ജീകരണങ്ങളോ സന്നാഹങ്ങളോ ഒന്നുമായിട്ട് ആരും പരിഗണിക്കുന്ന ഒരു കാര്യമല്ല. അപ്പൊ അങ്ങനെ ഉംറ നിർവഹിക്കുന്നതിന് വേണ്ടി പുറപ്പെടുന്ന അതിന് മീഖാത്തിലെത്തി ഇഹ്റാമിലേക്ക് പ്രവേശിച്ച ഒരു കാര്യമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ചരിത്ര പശ്ചാത്തലം വിവരിച്ചുകൊണ്ട് എത്തിയിട്ടുണ്ടായിരുന്നു.
ഇങ്ങനെ ഉംറക്ക് ഇഹ്റാമിൽ പ്രവേശിച്ച് ബലിമൃഗങ്ങളൊക്കെ ആയിട്ട് പുറപ്പെടുന്ന ഒരു സംഘത്തെ തടയുക എന്നത് ഈ പിന്തുടർന്ന് വരുന്ന മസ്ജിദുൽ ഹറാമും കഅബയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പാലിക്കപ്പെടുന്ന മര്യാദകളിൽ പെട്ടതല്ല. ഒരാളെയും കഅബയെ ലക്ഷ്യം വെച്ചുകൊണ്ട് വരുന്ന ഇങ്ങനെ ഇഹ്റാമിലൊക്കെയായി ഉംറക്ക് വേണ്ടി വരുന്ന ആളുകളെ തടയാൻ ഖുറൈശികൾക്ക് യാതൊരു ന്യായവും കണ്ടെത്താൻ കഴിയുകയില്ല എന്നതാണ് അവര് നേരിട്ടുകൊണ്ടിരുന്ന വലിയൊരു വെല്ലുവിളി. മക്കയിൽ നിന്ന് പലായനം ചെയ്തു പോയ ഈ ആളുകള് അതേപോലെ അവരെ സഹായിക്കാനായി രംഗത്ത് വന്ന മദീനയിലെ ആളുകളും ഒരുമിച്ച് മക്കയിലേക്ക് ഇപ്പോ ഉംറക്ക് വരുന്നത്, അത് തടയപ്പെടാതിരിക്കുന്നത് ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദുരഭിമാനത്തിന് വലിയ ക്ഷതം ഏൽപ്പിക്കുന്ന ഒരു കാര്യമാണ്. അത് അവരുടെ വലിയൊരു പരാജയമായിട്ട്, അവരുടെ വലിയ വീഴ്ചയായിട്ടൊക്കെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക. അവരെ സംബന്ധിച്ചിടത്തോളം അത് ആ നിലയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ. അപ്പൊ അവരെ തടയുക എന്നത് അറേബ്യയിലെ ഇതര ഗോത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഖുറൈശികൾ അവരെ തടയുന്നു എന്നത് അവര് വലിയ ഭീഷണിയായിട്ടാണ് മനസ്സിലാക്കുന്നത്. കാരണം കഅബ എല്ലാവരുടേതുമാണ്, അങ്ങോട്ട് എല്ലാവർക്കും ചെല്ലാനുള്ള സാഹചര്യം ഉണ്ടാവണം. അത് നൂറ്റാണ്ടുകളായിട്ട് പാലിക്കപ്പെടുന്ന ഒരു സംഗതിയാണ്. അതിന് വ്യത്യസ്തമായി ഖുറൈശികൾ ഇപ്പൊ മദീനയിൽ നിന്ന് വരുന്ന സംഘത്തെ തടയുകയാണെങ്കിൽ അവര് കഅബയുടെ മുതലാളിമാർ, ഉടമകളായി മാറുകയാണ് എന്നൊരു തോന്നല് മറ്റുള്ളവരിൽ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോ ഇതര ഗോത്രങ്ങളൊക്കെ അവരോട് അതിന്റെ പേരിൽ ഇടയാനും സാധ്യതയുണ്ട്. കാരണം ഇപ്പോ ഖുറൈശികൾ ഇവരെ തടയുകയാണെങ്കിൽ ഭാവിയിൽ മറ്റുള്ളവർക്കും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും എന്നതൊക്കെയായിരിക്കും അത്തരം ഗോത്രങ്ങളുടെ ആശങ്ക. പക്ഷെ ഇത്ര വലിയൊരു സംഘത്തെ, 1400 പേരടങ്ങിയ ഒരു സംഘത്തെ മക്കയിൽ വരാൻ അനുവദിച്ചാല് അത് നാട്ടിലാകെ അവരെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത നാണക്കേടുണ്ടാക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഖുറൈശികൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അവസാനം മക്കയിലെ ഖുറൈശികളുടെ ആ ജാഹിലിയ ദുരഭിമാനം തന്നെയാണ് മേൽക്കൈ നേടിയത്. അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സംഘത്തിനും മക്കയിൽ പ്രവേശിക്കാനുള്ള അനുമതി നൽകാതിരിക്കുക തന്നെയാണ് ചെയ്യുന്നത്. മക്കയിൽ കടക്കാൻ അവർ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ അവര് തങ്ങളുടെ മാനം കാക്കണം എന്ന നിലക്കാണ് അതിൽ തീരുമാനം എടുക്കുന്നത്. അപ്പോ ഇതിന്റെ സമാന്തരമായി തന്നെ ദുൽഹുലൈഫയില് ഇഹ്റാമിൽ പ്രവേശിച്ച് മുന്നോട്ട് നീങ്ങാൻ കാത്തു നിൽക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംഘവും അവരുടെ ഭാഗത്തു നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബ് ഗോത്രത്തിൽപ്പെട്ട ഒരാളെ, കഅബ് വംശജനായ ഒരാളെ മക്കയിലെ സ്ഥിതിഗതികളൊക്കെ മനസ്സിലാക്കി വന്ന് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിരുന്നു. ഖുറൈശികളുടെ നീക്കം എന്താണ്, അവരുടെ മനസ്സിലിരിപ്പും ഉദ്ദേശവും എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കാൻ വേണ്ടി നിയോഗിച്ചയക്കപ്പെട്ടതായിരുന്നു അദ്ദേഹം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘവും ദുൽഹുലൈഫയിൽ നിന്ന് മുന്നോട്ട് നീങ്ങി ഇസ്ഫാൻ എന്നൊരു സ്ഥലത്ത് എത്തിയപ്പോഴാണ് ഈ കഅബ് ഗോത്രക്കാരനായ ആള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സംഘത്തിന്റെ അടുക്കൽ എത്തുന്നത്. അദ്ദേഹം മക്കയിൽ നിന്ന് തിരിച്ചു വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത് ഇങ്ങനെയാണ്: ഖുറൈശികൾ എല്ലാ നിലക്കും സജ്ജരായി ദീത്തുവ എന്ന പ്രദേശത്ത് എത്തിയിരിക്കുകയാണ്. അവര് മക്കയിൽ നിന്ന് പുറപ്പെട്ട് ഇവരെ വഴിയിൽ തടയാൻ വേണ്ടി തന്നെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് നീങ്ങിയിരിക്കുന്നത്. അവര് ദീത്തുവ എന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവരുടെ പക്കൽ 200 വാഹനങ്ങളുണ്ട്. അവരുടെ സംഘത്തിന്റെ നേതാവ് ഖാലിദ് ബിൻ വലീദാണ്. അതുപോലെ അദ്ദേഹത്തെ അവര്
ഖുറാത്തുൽ ഗെയ്മി എന്ന് പറയുന്ന സ്ഥലത്തേക്ക്, ഖുറാത്തുൽ ഗൈമി എന്ന സ്ഥലത്തേക്ക് പറഞ്ഞയച്ചിരിക്കുകയാണ് ഒരു സംഘത്തെ, ഖാലിദ് ബിൻ വലീദിന്റെ നേതൃത്വത്തിൽ. അതെന്തിനാണെന്ന് പറഞ്ഞാൽ അവരെ, മുസ്ലിങ്ങളെ ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി, അവരെ വഴി തടയണമെങ്കിൽ ഉംറക്ക് വരുന്നതിന് തടസ്സമുണ്ടാക്കി എന്ന് ജനങ്ങള് മനസ്സിലാക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ അവര് മുസ്ലിങ്ങളെ അക്രമികളായിട്ടാണ് വന്നത്, യുദ്ധത്തിനാണ് അവർ വന്നത് എന്ന തോന്നൽ ഉണ്ടാക്കണം. അപ്പോഴാണ് അവർ തടയപ്പെട്ടത് എന്ന ഒരു കാര്യം പ്രചരിപ്പിക്കാൻ അവർക്ക് സാധിക്കണം. അതിനുവേണ്ടിയാണ് ഈ ഖാലിദ് ബിൻ വലീദിന്റെ നേതൃത്വത്തിൽ ഈ ഖുറാത്തുൽ ഗമീമി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അവര് ഒരു സംഘത്തെ അയക്കുന്നത്. അപ്പോ അതിന്റെ താല്പര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുയായികളെയും പ്രകോപിപ്പിച്ച് ആ ദിശയിലേക്ക് അവരെ നേരിടാൻ, അവരെ അമർച്ച ചെയ്യാൻ വേണ്ടി പോകാൻ പ്രേരിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു യുദ്ധതന്ത്രം അവര് ആവിഷ്കരിച്ചത്. അതിന്റെ താല്പര്യം അവര് മദീനയിൽ നിന്ന് മക്കയിലേക്ക് പോകുന്ന സ്ട്രെയിറ്റ് റൂട്ടില് അല്ലാതെ മറ്റൊരു ദിശയിലേക്ക് അവര് പോകേണ്ടി വന്നാൽ, എന്നിട്ട് അവിടെ ഖുറൈശികളുമായി ഒരു സംഘടന ഉണ്ടാകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായാൽ, ഈ മദീനയിൽ നിന്ന് വന്നവര് ഉംറ ലക്ഷ്യം വെച്ചുകൊണ്ട് വന്നവരല്ല, മക്ക കീഴടക്കാൻ വേണ്ടി വന്നവരാണ്, അവര് യുദ്ധം ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ വന്നവരാണ് എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ സാധിക്കും എന്നതാണ് അവരുടെ കണക്കുകൂട്ടൽ. അപ്പോ ഇവർ യുദ്ധത്തിനാണ് വന്നത്, ഉംറക്കല്ല എന്നതൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അങ്ങനെ ഖാലിദ് ബിൻ വലീദിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ഈ ഖുറാത്തുൽ ഗമീം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നീങ്ങുന്നത്, അവിടെ വെച്ച് ഇവരെ നേരിടാമെന്നൊക്കെ ഉള്ള ഉദ്ദേശത്തിൽ. അപ്പോ ഈ കാര്യം അറിയാൻ സാധിച്ചപ്പോ, നേരത്തെ പറഞ്ഞല്ലോ, കഅബ് ഗോത്രക്കാരനായ ഒരാളെ കാര്യങ്ങൾ മനസ്സിലാക്കി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിരുന്നു എന്നുള്ളതും, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ഫാനിൽ എത്തിയപ്പോ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തൊക്കെ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ സഞ്ചാരപാതയിൽ ഒരു മാറ്റം വരുത്തി. അവര് മറ്റൊരു റൂട്ടിലൂടെ പോകാമെന്ന് വെച്ചു. വളരെ പ്രയാസകരമായ ദുർഘടമായ ഒരു വഴിയിലൂടെ അവർ യാത്ര തുടർന്ന് ഹറം പ്രദേശത്തിന്റെ അതിർത്തിയിലെത്തുന്നു. അങ്ങനെ അവരെത്തിച്ചേർന്ന ഹറം പ്രദേശത്തിനോടടുത്തായുള്ള അതിന്റെ അതിർത്തി പ്രദേശമായ ഒരിടമാണ് ഹുദൈബിയ എന്ന സ്ഥലം. അങ്ങനെയാണ് അവര് ഹുദൈബിയയിൽ എത്തുന്നത്. അത് ഹറം, മസ്ജിദുൽ ഹറാമൊക്കെ നിലകൊള്ളുന്ന ഹറം പ്രദേശം, അത് വിശാലമായ ഒരു പ്രദേശമാണ്. ആ പ്രദേശത്തിന്റെ അതിർത്തിയിലാണ് അവര് എത്തിയിരിക്കുന്നത്, ഹുദൈബിയയിൽ. അപ്പോ ഈ ഖാലിദ് ബിൻ വലീദിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തെ നേരിടാതെ, അവരുമായി ഒരു കൂടിക്കാഴ്ച ഉണ്ടാകാതെ തന്നെ മറ്റൊരു വശത്തൂടെ യാത്ര ചെയ്ത് അവര് കഅബയെ ലക്ഷ്യമാക്കി നീങ്ങുകയും ഹറം പ്രദേശത്തിന്റെ അതിർത്തി ഇടമായ ഒരു സ്ഥലമാണ് ഈ ഹുദൈബിയ, അവിടെ എത്തുകയും ചെയ്തു. അങ്ങനെ അവിടെ അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കല് അവര് ഈ ഹുദൈബിയയിൽ എത്തിയപ്പോ മക്കയിൽ നിന്ന് ഒരു വ്യക്തി, ഒരു ഖുസാ ഗോത്രത്തിന്റെ തലവനാണ്. അദ്ദേഹത്തിന്റെ പേര് ബുദൈൽ ഇബ്നു വർഖാൾ എന്നാണ്. അദ്ദേഹത്തിന്റെ ഗോത്രത്തിൽപ്പെട്ട കുറച്ച് ആളുകളും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു ചെറിയ സംഘം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് അദ്ദേഹത്തെ കാണുകയാണ്. അത് ഈ ഹുദൈബിയയിൽ വെച്ചാണ്. അപ്പൊ അവര് വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കൂടെയുള്ള 1400 ആളുകളെയൊക്കെ കാണാൻ സാധിച്ചപ്പോ അവർക്കൊരു കാര്യം ബോധ്യപ്പെട്ടു. ഇവര് ഇഹ്റാമിലാണ് ഉള്ളത്, ഇവർ യുദ്ധത്തിനു വേണ്ടിയുള്ള യാതൊരു ഒരുക്കമുള്ള ആളുകളല്ല, കഅബ സന്ദർശിക്കാനും തവാഫ് ചെയ്യാനും ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ട് പുറപ്പെട്ട ആളുകളാണ്. ഇവർക്ക് വേറെ ദുരുദ്ദേശങ്ങളൊന്നുമില്ല എന്നത് ഈ ഖുസാഅ ഗോത്രക്കാരനായ
ബുദൈൽ ഇബ്നു വർഖാനും സംഘത്തിനും ബോധ്യപ്പെട്ടു. അങ്ങനെ അദ്ദേഹം ഖുറൈശി നേതാക്കന്മാരുടെ അടുക്കലേക്ക് തിരികെ പോയിട്ട് ഈ കാര്യങ്ങൾ അവരോട് പറയുകയും എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സംഘത്തെയും ഉംറ ചെയ്യാൻ അനുവദിക്കുകയാണ് വേണ്ടത്, അവരെ തടയരുത് എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷെ ഖുറൈശികൾ അവരുടെ നിലപാടിൽ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. അവര് അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കയിൽ പ്രവേശിക്കാൻ അനുവദിക്കരുത് എന്ന നിലപാടിൽ തന്നെയാണ് നിലകൊള്ളുകയുണ്ടായത്. എന്നിട്ട് അവര് അഹാബീഷ് ഗോത്രത്തിന്റെ തലവനായ ഹുലൈസ് ഇബ്നു അൽഖമ എന്നു പേരുള്ള ഒരാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പറഞ്ഞയക്കുകയാണ് ചെയ്യുന്നത് ഖുറൈശികൾ. അപ്പൊ ആദ്യം ഈ ഞാൻ സൂചിപ്പിച്ച പോലെ ഖുസാഅ ഗോത്രക്കാരനും അയാളുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളും സ്വന്തം നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാനിടയായതും അവര് ഉംറ ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ പുറപ്പെട്ടവരാണ് എന്ന വിധത്തിൽ ഖുറൈശികളുടെ അടുക്കൽ സംസാരിക്കുകയും അവരെ അതിനനുവദിക്കണം എന്ന് ആവശ്യപ്പെടുകയൊക്കെ ചെയ്തല്ലോ. അതിന് മക്കയിലെ ആളുകൾ കൂട്ടാക്കിയില്ല. അവര് പകരം അഹാബീഷ് ഗോത്രത്തിന്റെ തലവനായ ഹുലൈസ് ഇബ്നു അൽഖമയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പറഞ്ഞയക്കുകയാണ്. പറഞ്ഞയച്ചതിന്റെ താല്പര്യം അദ്ദേഹത്തെ പറഞ്ഞ് പ്രേരിപ്പിച്ച് തിരിച്ചു പോകാമെന്ന് സമ്മതിപ്പിക്കാൻ വേണ്ടിയാണ്. മക്കയിലേക്ക് കടക്കാതിരിക്കുക, അതുപോലെ ഉംറ ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങാതിരിക്കുക, എങ്ങനെയെങ്കിലൊക്കെ പറഞ്ഞ് നയപരമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറഞ്ഞ് പ്രേരിപ്പിച്ച് ഈ ഹുദൈബിയയിൽ നിന്ന് തിരികെ അയക്കുക എന്നതാണ് അയാളെ പറഞ്ഞയച്ചതിന്റെ താല്പര്യം. ഹുലൈസ് ഇബ്നു അൽഖമാദിന് വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വരികയുണ്ടായത്. അപ്പോ ഖുറൈശികള് അതിലൊരു വലിയ ഒരു തന്ത്രം, ഒരു യുദ്ധതന്ത്രം എന്ന് തന്നെ പറയാം, മനസ്സിൽ കണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. അത് ഈ അഹാബീഷ് ഗോത്രം എന്ന് പറയുന്നത് അറേബ്യയിലെ മക്കയോട് അടുത്തുള്ള പരിസര പ്രദേശങ്ങളിൽ പലയിടങ്ങളിലായി ചിതറിക്കിടക്കുന്ന കുറെ ചെറിയ ചെറിയ ഗോത്രങ്ങളുടെ ഒരു സംഘമാണ്. അവര് ഖുറൈശികളുമായി സഖ്യത്തിലുമായിരുന്നു. അവരുടെ തലവനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പറഞ്ഞയച്ച് നബിയെ എങ്ങനെയെങ്കിലുമൊക്കെ പിന്തിരിപ്പിച്ച് പറഞ്ഞേക്കാനാണല്ലോ ഉദ്ദേശിച്ചിരുന്നത്. അപ്പൊ അഹാബീഷിന്റെ തലവന് പറയുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് വഴങ്ങി ആ നിർദ്ദേശം സ്വീകരിക്കാതെ നിൽക്കുകയാണെങ്കിൽ അഹാബീഷും സംഘവും അല്ലെങ്കിൽ ആ ഗോത്രങ്ങളൊക്കെയും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എതിരിൽ നിലപാട് സ്വീകരിക്കും. ഖുറൈശികളെ അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കാനിടയുണ്ട്. ഇതാണ് ഈ ഖുറൈശികളെ ലക്ഷ്യമിട്ട സംഗതി. അഹാബീഷിന്റെ തലവനെ പറഞ്ഞയച്ചതിന്റെ അവരുടെ താല്പര്യം അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഴങ്ങുന്നില്ലെങ്കിൽ കുറ്റം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയിൽ ചാർത്തിക്കൊണ്ട് ഈ അഹാബീഷ് ഗോത്രക്കാരൊക്കെ തന്നെ ഖുറൈശികളോടൊപ്പം നിലകൊള്ളും എന്നതായിരുന്നു അവരുടെ കണക്കുകൂട്ടൽ. പക്ഷെ അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി വന്നപ്പോ അവര് കാണുന്നത് എല്ലാവരും ഇഹ്റാമിലായിട്ടാണ്. 1400 പേരും വെള്ള വസ്ത്രങ്ങൾ ഇഹ്റാം അണിഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. ബലിമൃഗങ്ങളൊക്കെ തയ്യാറാക്കപ്പെട്ട അവസ്ഥയിലാണുള്ളത്. ആ കാഴ്ചയിൽ തന്നെ അവർക്ക് ബോധ്യപ്പെട്ടു ഇവര് ഉംറക്ക് വേണ്ടി വന്നവരാണ്, വേറെ ഒരു ഉദ്ദേശവും അവർക്കില്ല എന്നുള്ളത്. അങ്ങനെ ഈ അഹാബീഷിന്റെ തലവൻ പിന്നെ ഇങ്ങനെ ഒരു സംഘത്തോട് വേറെ കാര്യങ്ങളൊന്നും സംസാരിക്കുന്നതിന് അർത്ഥമില്ല എന്നുള്ള ഒരു നിലപാടിൽ അദ്ദേഹം തിരിച്ചു പോവുകയാണ് മക്കയിലേക്ക് തന്നെ. എന്നിട്ട് ചെന്നിട്ട് ഖുറൈശി നേതാക്കന്മാരോട് പറയുന്നത് അവര് ഉംറക്ക് മാത്രമായിട്ട് വന്നൊരു കൂട്ടരാണ്, നിങ്ങൾ അവരെ തടയുകയാണെങ്കിൽ അഹാബീഷ് ഗോത്രങ്ങളൊന്നും തന്നെ ഇക്കാര്യത്തിൽ നിങ്ങളെ പിന്തുണക്കൂല. അള്ളാഹുവിന്റെ ഈ പവിത്രമായ ഇടങ്ങളെ, അതിന്റെ പവിത്രതകളെ ചവിട്ടി മെതിക്കുന്ന വിധത്തിലുള്ള ഒരു നിലപാട് ഖുറൈശികൾ സ്വീകരിക്കുകയാണെങ്കിൽ അതിനെ പിന്തുണക്കാൻ അഹാബീഷ് ഗോത്രങ്ങൾ സന്നദ്ധരല്ല എന്നൊരു കാര്യമാണ് അഹാബീഷിന്റെ തലവൻ ഈ കാര്യം ചെന്ന് അവരോട് പറഞ്ഞുകൊണ്ട് സ്വന്തം നിലപാട് ഇതാണ് എന്ന വിധത്തിൽ പറയുകയുണ്ടായത്.
അപ്പോ അഹാബീഷ് ഗോത്രങ്ങള് ഞാൻ പറഞ്ഞല്ലോ, മക്കയില് ഖുറൈശികളോട് വളരെ അടുപ്പമുണ്ടായിരുന്ന, അവരുമായി സഖ്യത്തിലുണ്ടായിരുന്ന ചെറിയ ചെറിയ ചില ഗോത്രങ്ങളാണ്. പക്ഷെ അവര് വളരെ സ്ട്രാറ്റജിക്കലി ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അവരുടെ പിന്തുണ ഇല്ലായ്കയോ ഒക്കെ ഖുറൈശികളുടെ പദ്ധതികൾക്ക് വലിയ പദ്ധതികൾ വല്ലാതെ സ്വാധീനിക്കുന്ന നിർണായകമായ ഒരു ഘടകമാണ്. അപ്പൊ അതുകൊണ്ടാണ് അഹാബീഷിനെ തങ്ങളുടെ പക്ഷത്ത് ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി ഒരു ശ്രമം ഖുറൈശികൾ നടത്തിയത്. പക്ഷെ കാര്യങ്ങൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട് ഖുറൈശികളുടെ അടുക്കലേക്ക് തിരിച്ചു വന്ന അഹാബീഷിന്റെ തലവൻ പറയുന്നത്, ഇവരെ ഉംറ നിർവഹിക്കാൻ സമ്മതിക്കാതെ തടയുകയാണെങ്കിൽ ഹജ്ജുമായി ഉംറയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പവിത്രതകളെ നിങ്ങൾ കാറ്റിൽ പറത്തുകയോ ചവിട്ടി മെതിക്കുകയോ ഒക്കെ ചെയ്യുന്ന പോലെയാണ്. അങ്ങനെ ഒരു സംഗതിക്ക് കൂട്ടു നിൽക്കാൻ ഞങ്ങൾ ഉണ്ടാവില്ല എന്നാണ് അവര് തുറന്നു പറയുകയുണ്ടായത്. അങ്ങനെ അതിനെ തുടർന്നാണ് ഖുറൈശികള് അവരുടെ ഭാഗത്തുനിന്ന് ഔപചാരികമായി തന്നെ ഒരു പ്രതിനിധിയെ മക്കയിലേക്ക് അയക്കുന്നത്. മക്കയിൽ നിന്ന് ഈ ഹുദൈബിയയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി അയക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് ഉർവത്ത് ബിനു മസ്ഊദ് സഖഫി എന്നാണ്. ഉർവത്ത് ബിനു മസ്ഊദ് സഖഫി, ഇതാണ് ഖുറൈശികളുടെ പ്രതിനിധിയായിട്ട് വന്ന ആളുടെ പേര്. അദ്ദേഹം ഹുദൈബിയയിൽ താവളമടിച്ചിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സംഘത്തെയും വന്ന് കാണാൻ, എന്നിട്ട് അവരെ പിന്തിരിപ്പിച്ച് പറഞ്ഞയക്കാനാണ് അയാളെ ലക്ഷ്യമിട്ടിട്ടുണ്ടായിരുന്നത്. അതാണ് ഖുറൈശികൾ അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും ചെയ്തത്. മക്കയിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് സ്വയം പിന്തിരിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകണം എന്നതാണ് അയാൾ ആവശ്യപ്പെടുന്ന കാര്യം. അയാള് വലിയ സംസാര വൈഭവം ഒക്കെ ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ തന്ത്രപരമായ സംസാര വൈഭവം പ്രയോജനപ്പെടുത്തി അയാൾ അത് സാധിച്ചെടുക്കും എന്നാണ് ഖുറൈശികള് പ്രതീക്ഷിച്ചത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഈ കാര്യം പറഞ്ഞുകൊണ്ട് വന്നപ്പോ നേരത്തെ വന്ന പ്രതിനിധികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്ന അതേ മറുപടി തന്നെയാണ് അദ്ദേഹം ഇയാളോടും പറയുന്നത്. പറഞ്ഞ കാര്യം ഇത് തന്നെയാണ്, ഞങ്ങള് ഉംറ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് വന്നതാണ്, വേറെ താല്പര്യങ്ങളൊന്നും ഞങ്ങൾക്കില്ല, കഅബ സന്ദർശിക്കുകയും തവാഫ് ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ട് തിരിച്ചു പോവുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ പ്രതിനിധി ഉർവത്ത് ബിനു മസ്ഊദ് സഖഫി എന്ന് പറഞ്ഞ മക്കയിൽ നിന്ന് വന്ന പ്രതിനിധി, അയാളുടെ ശ്രമങ്ങളൊക്കെ പാളിയ അവസ്ഥയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി വീണ്ടും ഖുറൈശികളുടെ അടുക്കൽ തിരിച്ചെത്തുകയാണ്. എന്നിട്ട് അയാൾ പറയുന്ന ഒരു വിവരണം, നൽകുന്ന ഒരു വിവരണം ഇങ്ങനെയാണ്: ഞാന് സീസറിന്റെയും കിസ്രയുടെയും നജാഷിയുടെയും ഒക്കെ കൊട്ടാരങ്ങളിൽ പോയിട്ടുണ്ട്. അവരുടെയൊക്കെ രാജധാനികൾ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ സേവകന്മാരെയും പരിചാരകരെയും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ മുഹമ്മദിന്റെ അനുയായികൾ അയാൾക്ക് വേണ്ടി ജീവാർപ്പണം ചെയ്യാൻ സന്നദ്ധരായി നിൽക്കുന്നത് പോലെ ഈ രാജാക്കന്മാരുടെ സേവകന്മാരൊന്നും അങ്ങനെ ജീവാർപ്പണം ചെയ്തുകൊണ്ട് രാജാവിനോടൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ച എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. മുഹമ്മദിന്റെ അനുയായികൾ എന്ത് ത്യാഗം സഹിച്ചും അദ്ദേഹത്തെ സംരക്ഷിക്കാനുള്ള എല്ലാവിധ സന്നദ്ധതയും കാണിച്ചുകൊണ്ട് നിലകൊള്ളുന്ന ആളുകളാണ്. മാത്രമല്ല, ഞാന് കാണാനിടയായ ഒരു സംഗതി, മുഹമ്മദ് ഒളു എടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കൈകളിൽ നിന്ന് ഉതിർന്നു വീഴുന്ന വെള്ളത്തുള്ളികൾ പോലും നിലത്ത് വീഴാൻ അനുവദിക്കാതെ അവരോരോരുത്തരും കൈകളിലും ദേഹത്തും വസ്ത്രങ്ങളിലും ഒക്കെ ആയിട്ട് ഏറ്റുവാങ്ങുന്ന ഒരു കാഴ്ചയാണ് എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. അദ്ദേഹത്തോട് അത്രയും വലിയ ആദരവും ബഹുമാനവും വലിയ സ്നേഹവും ഒക്കെ കാണിച്ചുകൊണ്ടാണ് അവരുള്ളത്. ഇങ്ങനെയുള്ള ഒരു നേതാവിന്റെ നേരെ ആണോ നിങ്ങൾ യുദ്ധത്തിനായിട്ട് അല്ലെ ഏറ്റുമുട്ടലിനായിട്ട് പുറപ്പെടുന്നത് എന്നാണ് അദ്ദേഹം അവരോട് ചോദിക്കുന്നത്. അപ്പൊ ഖുറൈശികൾ തന്നെ പറഞ്ഞയച്ച പ്രതിനിധിയാണ്, വലിയ സമർത്ഥനാണ്. അദ്ദേഹം
വളരെ സമർത്ഥമായി സംസാരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തിരിപ്പിച്ച് അയക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് വന്നിട്ടുള്ളത്. പക്ഷെ അതൊന്നും ഇവിടെ എത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സംഘത്തെയും കാണാൻ ഇടയായപ്പോ ഉദ്ദേശിച്ച വിധത്തിൽ വർക്ക് ചെയ്തില്ല. അയാൾ തിരിച്ചു പോയിട്ട് നൽകിയ റിപ്പോർട്ടാണ് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത്. അപ്പൊ ഇങ്ങനെ ഒരു നേതാവിനെയും സംഘത്തെയും നിങ്ങൾ നേരിടാൻ ഉദ്ദേശിക്കുകയാണോ എന്നാണ് അദ്ദേഹത്തിന്റെ അവരോടുള്ള ചോദ്യം. അപ്പോ ഇങ്ങനെ പ്രതിനിധികള് പലതും വന്നും പോവുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അതിനിടക്ക് മക്കയിലെ ആളുകള് ചില തന്ത്രങ്ങളൊക്കെ വേറെയും പയറ്റുന്നുണ്ടായിരുന്നു. അവര് ഹുദൈബിയയില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘവും തങ്ങുന്ന ആ താവളത്തില് പലപ്പോഴും രാത്രി ഈ ആരാണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തില് ഇരുട്ടിൽ വന്ന് ആക്രമണം അഴിച്ചു വിടുക, അതുപോലെ പല നിലക്കുള്ള ഉപദ്രവങ്ങൾ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുക എന്നത് നിരന്തരം നടത്തുകയാണ് അവര് ഹുദൈബിയയിൽ തങ്ങിയ ആ നാളുകളിലായിട്ട്. പക്ഷെ ഇത് മുസ്ലിങ്ങളെ യഥാർത്ഥത്തിൽ പ്രകോപിപ്പിച്ച് അവരെ ഒരു പോരാട്ടത്തിന് നിർബന്ധിതരാക്കി, എന്നിട്ട് അവര് യുദ്ധത്തിനാണ് വന്നത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മക്കക്കാര് ചെയ്യുന്ന പണികളാണ് എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘവും ശരിയായ വിധത്തിൽ തന്നെ തിരിച്ചറിഞ്ഞു. സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം അനുസരിക്കാത്ത വിധത്തിൽ യാതൊന്നും ചെയ്യില്ല. അത്രയും ഡിസിപ്ലിൻഡ് ആണ് അവർ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യങ്ങൾ ശരിയായ നിലക്ക് വിലയിരുത്തിക്കൊണ്ട് ഇത്തരം കുതന്ത്രങ്ങളെ ഫലശൂന്യമാക്കുകയാണ് ചെയ്യുന്നത്. പലപ്പോഴായി ആക്രമിച്ചവരെ സഹാബികള് അവിടെ സ്പോട്ടിൽ തന്നെ പിടികൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഹാജരാക്കിയെങ്കിലും അദ്ദേഹം അവരെ കാര്യങ്ങൾ മനസ്സിലാക്കി ആരാണ് കുറ്റവാളികൾ എന്നുള്ളതൊക്കെ തിരിച്ചറിഞ്ഞ് അവരെ വെറുതെ വിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വെറുതെ വിടുന്നതോടുകൂടി, അവരെ വിട്ടയക്കുന്നതോടുകൂടി ഒരു പ്രകോപനമോ ഏറ്റുമുട്ടലോ ഒന്നും ഉണ്ടാവാതെ ആ സാഹചര്യം മാറുകയാണ്, ഇല്ലാണ്ടാവുകയാണ്. അപ്പോ ശത്രുക്കളുടെ അങ്ങനെ പ്രകോപനം ഉണ്ടാക്കാനുള്ള തന്ത്രങ്ങൾ ഒളിഞ്ഞു പോവുകയാണ്, പരാജയപ്പെടുകയാണ്. അത് അവസാനമാണ് ഇതിലൊരു വഴിത്തിരിവുണ്ടാകുന്ന വിധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം പ്രതിനിധിയായിട്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ മക്കയിലേക്ക് പ്രതിനിധിയായിട്ട് ഖുറൈശികളുടെ അടുക്കലേക്ക് അയക്കുകയാണ്. കാര്യങ്ങളിൽ ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് അങ്ങനെ ചെയ്യുന്നത്. ഖുറൈശി തലവന്മാരെ ചെന്ന് കണ്ടുകൊണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുന്നത് എങ്ങനെയാണ്: ഞങ്ങൾ യുദ്ധത്തിന് വന്നതല്ല, ബലിമൃഗങ്ങളുമായി കഅബ സന്ദർശിക്കാൻ വേണ്ടി വന്നവരാണ്. തവാഫും സഅയും ഒക്കെ ചെയ്ത് ഞങ്ങൾ തിരിച്ചു പോയിക്കൊള്ളാം. ഇതാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അവരോട് പറയുന്നത്. പക്ഷെ അത് മുഖവിലക്ക് എടുത്തുകൊണ്ട് അവരെ ഉംറക്ക് അനുവദിക്കാൻ മക്കയിലെ ആളുകൾ കൂട്ടാക്കിയില്ല. അവര് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ മക്കയിൽ തടഞ്ഞു വെച്ചു. അത് ഒരു തീരുമാനമായതിനു ശേഷം വിടുന്നുള്ളൂ എന്നുള്ള നിലക്ക് അവിടെ തടഞ്ഞു വെച്ചു. പക്ഷെ പെട്ടെന്ന് തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു എന്ന ഒരു വാർത്ത പ്രചരിക്കുക. മുസ്ലിങ്ങളുടെ അടുക്കലും ഈ വാർത്ത എത്തി. ഉസ്മാൻ റളിയല്ലാഹു അൻഹു തിരികെ എത്താൻ വൈകുന്നത് കണ്ടതോടെ അവര് ഉസ്മാൻ റളിയല്ലാഹു അൻഹു മക്കയിൽ വെച്ച് കൊല്ലപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ ഇത് അവർക്ക് വലിയൊരു പ്രകോപനമായി. അപ്പോ സഹാബികള് പരസ്പരം സംസാരിച്ചുകൊണ്ടിരുന്നത്, ഈ അക്രമത്തെ സഹിച്ചിരിക്കാൻ നമുക്ക് ഏതായാലും പറ്റില്ല, അവരെ അടിയന്തരമായിട്ട് നേരിട്ടേ പറ്റൂ. മക്കയിലെ ആളുകളോട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ രക്തത്തിന് പ്രതികാരം ചോദിക്കണം എന്നൊക്കെയുള്ള സംസാരമായി മുസ്ലിം ക്യാമ്പിൽ. അപ്പോ സംഗതി പിടുത്തം വിടുന്നു, കൈവിട്ടു പോകുന്നു എന്നൊരവസ്ഥ എത്തുകയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ മക്കക്കാര് കൊന്നു എന്നാണല്ലോ ഇപ്പോ മുസ്ലിങ്ങളുടെ അടുക്കലുള്ള വിവരം. അത് അദ്ദേഹം തിരിച്ചെത്തുന്നത് കാണാത്തതോടുകൂടി തന്നെ അത് ബലപ്പെട്ടു വരികയും ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും അടിയന്തരമായി ചെയ്തേ പറ്റൂ, ഇതിങ്ങനെ നോക്കി നിൽക്കാൻ പറ്റൂല, സഹിച്ചിരിക്കാൻ പറ്റൂല എന്ന വിധത്തിലാണ് സംസാരം മുസ്ലിം ക്യാമ്പിൽ പുരോഗമിക്കുകയുണ്ടായത്. അപ്പോ സാഹചര്യം നിയന്ത്രണത്തിൽ നിന്ന് പോകുന്ന ഒരു രംഗമാണ് കാണാൻ കഴിയുന്നത്.
അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ തന്നെ സത്യവിശ്വാസികളുടെ ആ സംഘത്തിന്റെ ഒരു യോഗം വിളിച്ചു കൂട്ടി. എന്നിട്ട് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം അവരോടൊക്കെയും തന്നെ അള്ളാഹുവിന്റെ പ്രവാചകനോട് ബൈഅത്ത് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ആ ബൈഅത്തിന്റെ വാചകം ഇങ്ങനെയാണ്: ഞങ്ങൾ അന്ത്യശ്വാസം വരെ ഈ സംഗതിയിൽ നിന്ന് പിന്തിരിയുകയില്ല എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അവര് ഉറച്ചു നിലകൊള്ളും, ഒരു കാരണവശാലും പിന്തിരിഞ്ഞോടുകയില്ല. മക്കയിലെ ആളുകൾ നേരിടേണ്ടി വരികയാണെങ്കിൽ ഒരു പോരാട്ടത്തിലൂടെ തന്നെ നേരിടാൻ ഞങ്ങൾ ഒരുക്കമാണ്. ആയുധവും സന്നാഹങ്ങളൊന്നും ഇല്ലാതെയാണ് വന്നതെങ്കിൽ പോലും ഞങ്ങൾ നേരിടും, പിന്തിരിയുകയില്ല എന്നതാണ് അവര് ബൈഅത്ത് ചെയ്യുന്ന കാര്യം. അതായത് എന്ത് തീരുമാനമാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുക്കുന്നത് ആ തീരുമാനത്തിൽ അദ്ദേഹത്തോടൊപ്പം ഉറച്ചു നിന്ന് അന്ത്യം വരെ ആ തീരുമാനം നടപ്പിലാക്കുന്ന പ്രയത്നത്തിലായിരിക്കും എന്നാണ് അവര് ബൈഅത്ത് ചെയ്തുകൊണ്ട് പറയുകയുണ്ടായത്. ഇത് വളരെ അസാധാരണമായ ഒരു ബൈഅത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിധേയത്വവും പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് എന്ത് തീരുമാനം എടുക്കുകയാണെങ്കിലും അതില് ഉറച്ചു നിൽക്കും, പിന്തിരിഞ്ഞോടുകയില്ല എന്ന ഒരു പ്രഖ്യാപനം നടത്തിക്കൊണ്ടുള്ള ബൈഅത്താണ്. 1400 പേരടങ്ങിയ ഒരു സംഘാണല്ലോ അത്. അവരുടെ കൂട്ടത്തില് ഒരാള് മാത്രമാണ് ആ ബൈഅത്തിൽ പങ്കെടുക്കാതെ മാറി നിന്നളഞ്ഞത്. ബാക്കി എല്ലാവരും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുസരണ പ്രതിജ്ഞ നൽകിക്കൊണ്ട് അദ്ദേഹത്തോടൊപ്പം കൂറും വിധേയത്വം കാണിച്ചുകൊണ്ട് നിലകൊള്ളും എന്ന കാര്യമാണ് പ്രഖ്യാപിക്കുകയുണ്ടായത്. അപ്പോ ഒരാള് അതിന് സന്നദ്ധനായില്ല. അപ്പോ ഇത് ഏകദേശം അവരുടെ നാടുകളിൽ നിന്ന്, അവരുടെ മദീനയിലെ അവരുടെ വാസസ്ഥലങ്ങളിൽ നിന്ന് 250ഓളം മൈലുകൾ അകലെയുള്ള ഒരു സ്ഥലത്ത് വെച്ചാണ് അവര് ഈ പ്രതിജ്ഞ, ഈ ബൈഅത്ത് നിർവഹിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം എന്ത് വെല്ലുവിളി ഉണ്ടാവുകയാണെങ്കിലും നിലകൊള്ളും, പിന്തിരിയുകയില്ല എന്ന ബൈഅത്ത് നടത്തുന്നത്. അപ്പോ മക്കക്കാരാഘട്ടത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സംഘത്തെയും നശിപ്പിക്കാനായിട്ട് എല്ലാ നിലക്കുള്ള സന്നദ്ധതയോടും കൂടി, എല്ലാവിധ സജ്ജീകരണങ്ങളോടും കൂടിയാണ് നിലകൊള്ളുന്നത്. അവരുടെ കൂടെ അവരുടെ സഖ്യകക്ഷികള് അതും കൂടാൻ സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് സാഹചര്യം. ഈ ബൈഅത്തിൽ നിന്ന് വിട്ടുനിന്നത് ഒരേ ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഒട്ടകത്തിന്റെ മറവിൽ ഒളിച്ച് നിന്ന് കാണാത്ത വിധത്തില് ബൈഅത്ത് ചെയ്യാതെ മാറി നിൽക്കുകയായിരുന്നു. മുനാഫിഖുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളായിട്ടാണ് അദ്ദേഹത്തെ മനസ്സിലാക്കപ്പെടുന്നത്. പിൽക്കാലത്ത് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് എന്ന മുനാഫിഖുകളുടെ നേതാവിനോടൊപ്പം പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ നിലകൊള്ളുകയും അങ്ങനെ പശ്ചാത്താപമൊന്നും നടത്താതെ തന്നെ ഫത്ഹു മക്കയ്ക്ക് മുമ്പായി മരിച്ചു പോവുകയാണ് ചെയ്യുന്നത് എന്നാണ് ചരിത്രത്തിൽ നിന്ന് അദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത്. അദ്ദേഹം മദീനയിലെ ബനൂ സലമ ഗോത്രത്തിലെ പ്രമുഖനായ ഒരാളായിരുന്നു, വലിയ സ്വാധീനം ഉണ്ടായിരുന്ന ഒരു നേതാവൊക്കെ ആയിരുന്നു. പക്ഷെ അദ്ദേഹം മുനാഫിഖുകളുടെ സംഘത്തിലാണ് അദ്ദേഹം പെട്ടിരുന്നത് എന്നതാണ് മനസ്സിലാക്കപ്പെടുന്ന കാര്യം. തബൂക്ക് യുദ്ധത്തിലും അദ്ദേഹം ഇതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് യുദ്ധത്തിൽ പങ്കെടുക്കാതിരിക്കാനുള്ള അനുമതി ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ നിഫാഖ് പിടികൂടിയ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ആ ഒരു വ്യക്തി ഒഴികെ ബാക്കി എല്ലാവരും തന്നെ ഈ ബൈഅത്തിൽ പങ്കെടുക്കുകയുണ്ടായി. അപ്പോ ഈ ഒരു സംഭവത്തിലൂടെ വിശുദ്ധ ഖുർആൻ അത് ഈ സൂറത്തിൽ തന്നെ പരാമർശിക്കുന്നുണ്ട്. അവരെ വളരെയേറെ പ്രശംസിച്ചുകൊണ്ട് അള്ളാഹു അവരിൽ തൃപ്തിപ്പെട്ടവനായിരിക്കുന്നു എന്ന കാര്യം അറിയിച്ചുകൊണ്ടൊക്കെ ഖുർആൻ പരാമർശിക്കുന്നത് നമുക്ക് കാണാം. അപ്പൊ വളരെയേറെ സമർപ്പണ ബോധവും ഈമാന്റെ സത്യവിശ്വാസത്തിന്റെ ദാർഢ്യതയും ഒക്കെ പ്രകടമായ ഒരു സംഭവമായിരുന്നു അത്. അപ്പോ അങ്ങനെ ആ ഒരു
അനുസരണ പ്രതിജ്ഞയും സംഗതിയൊക്കെ നടന്നു. ബയ്യത്ത് റിദ്വാൻ എന്നാണ് അത് അറിയപ്പെടുന്നത്. ബയ്യത്ത് റിദ്വാൻ, അള്ളാഹുവിന്റെ തൃപ്തി അള്ളാഹു ഇവരുടെ കാര്യത്തിൽ അറിയിച്ചിട്ടുള്ള ഒരു ബയ്യത്താണത്. ഈ ബയ്യത്ത് ചെയ്തതിന്റെ പേരിൽ അതിന് സന്നദ്ധരായ ആളുകളിൽ അള്ളാഹു തൃപ്തിപ്പെട്ടവനായിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആന്റെ ഭാഗമായി തന്നെ അവതരിപ്പിക്കപ്പെട്ട വഹീല് ആ കാര്യം അള്ളാഹു വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പോ ആ ബയ്യത്ത് റിദ്വാൻ കഴിഞ്ഞ് ഒട്ടും വൈകാതെ തന്നെ കാര്യങ്ങള് വസ്തുത വെളിപ്പെട്ടു വരികയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടിട്ടില്ല എന്ന കാര്യവും അദ്ദേഹം മക്കയിൽ നിന്ന് മദീനയിൽ നിന്ന് വന്ന ഈ സംഘത്തിന്റെ അടുക്കലേക്ക് തിരികെ എത്തുകയും ചെയ്യുക. അപ്പൊ അതിനെ തുടർന്നാണ് ഖുറൈശികളുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതിനിധി സംഘം ഈ കാര്യത്തിൽ ഒരു തീർപ്പുണ്ടാക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഹുദൈബിയയിലേക്ക് വരുന്നത്. ആ സംഘത്തെ നയിച്ചിരുന്നത് സുഹൈൽ ഇബ്നു അംർ എന്നു പേരുണ്ടായിരുന്ന ഒരാളാണ്. അപ്പോ പരസ്പരം യോജിപ്പോടുകൂടി ഒരു സന്ധിയിൽ എത്തിച്ചേരാം എന്ന നിലക്കാണ് ഇദ്ദേഹത്തെ സുഹൈൽ ഇബ്നു അംറിന്റെ നേതൃത്വത്തിൽ ഒരു സംഘത്തെ മക്കയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് നിയോഗിച്ചയക്കുന്നത്. അങ്ങനെ അവരെത്തിച്ചേരുന്ന ഒരു സന്ധിയുണ്ട്, ഒരു കരാറുണ്ട്. അതാണ് ചരിത്രത്തിൽ ഹുദൈബിയ സന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അങ്ങനെ ഈ ഹുദൈബിയ സന്ധി നടക്കുന്ന കാര്യം, അതിന്റെ ആലോചന, അതിന്റെ തീരുമാനങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദിവസം കൂടുതൽ വിശദാംശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കാം. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.